ഇസ്രായേലിന് വേണ്ടിയുള്ള അമേരിക്കയുടെ യുദ്ധം പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് യമൻ പ്രസ്താവനയിൽ പറഞ്ഞു. അതിജീവിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. കാര്യമെന്ന് പറയുന്നത് ഞങ്ങളും അമേരിക്കയും തമ്മിൽ വിഷയകാര്യങ്ങളൊന്നുമില്ല. യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നില്ല. എന്നിട്ടും യമനെ അമേരിക്ക ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇസ്രായേലിന് വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ആ വിഷയം അല്ലെങ്കിൽ ആ യുദ്ധം ഒരിക്കലും സമ്പൂർണ്ണമായിരിക്കുന്ന വിജയത്തിൽ അമേരിക്ക കൊണ്ടെത്തിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വർഷമായി ഈ മേഖലാ യുദ്ധം തുടങ്ങിയിട്ട് എന്ത് വിജയമാണ് അമേരിക്കക്കുണ്ടായത്? ചെങ്കടലും അറബിക്കടലും മെഡിറ്ററേനിയൻ കടലും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണ പരമ്പര തന്നെ അമേരിക്ക തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. ഞങ്ങൾ അതിനെല്ലാത്തിനെയും പ്രതിരോധിച്ചിട്ടുണ്ട്. പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അംഗബലവും ശക്തിയും ആയുധങ്ങളുമുണ്ട്. തങ്ങൾ ഭയപ്പെട്ട് പിന്മാറുന്നവരല്ല, യുദ്ധത്തിനെ അഭിമുഖീകരിക്കുന്നവരാണ്. യമൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. മുൻപുള്ള ഒരുപാട് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ഒരു സംഘർഷത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിലും അമേരിക്കക്ക് പങ്കുണ്ട്. സൗദി അറേബ്യയും UAE വർഷങ്ങളോളം യമൻ്റെ സായുധ വിഭാഗമായിരിക്കുന്ന ഹൂത്തി വിമതർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ എന്നതിനാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കാൻ യുദ്ധം ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട്. പതിറ്റാണ്ടുകളോട് 15 വർഷത്തോളം പറയുന്നുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും അത്രയും കാലം യുദ്ധം ചെയ്തിട്ടും എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടിയിട്ടൊന്നും സാധിച്ചിട്ടില്ല. കുറേ നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നല്ലാതെ ഞങ്ങളിപ്പോഴും ഇവിടെ ബലമുള്ളവരും ശക്തരുമാണ്, അജയ്യരാണ്. ഏറ്റവും വലിയ സൈനിക മേഖല തങ്ങളുടെ കൈവശത്തിലാണ്. യമൻ ഭരിക്കുന്നത് വേറെ സർക്കാരാണെങ്കിലും യമൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ തങ്ങളുടെ അണ്ടറിലാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രദേശം തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾക്കിതിൽ അവകാശ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിന് മറുപടിയായിട്ട് യമൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. വർഷങ്ങളോളം ഉള്ള യുദ്ധം അത് ചരിത്രം എടുത്ത് പരിശോധിക്കേണ്ടതാണ്. യമൻ സർക്കാർ അമേരിക്കയുമായിട്ട് അന്ന് സഹകരിച്ചിട്ടുണ്ട്. വലിയ സഹായങ്ങൾ അമേരിക്ക രഹസ്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ട് അമേരിക്കൻ സൈന്യത്തിന് യമനുടെ വിഷയത്തിൽ ഇടപെടാൻ ഭയപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഇപ്പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള മുൻപ് കാലങ്ങളിലൊക്കെ ആധിപത്യം സ്ഥാപിക്കപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോൾ ചെറിയ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയാൽ ആദ്യ അവസരത്തിൽ തന്നെ വലിയ പരാജയം ഉണ്ടാവുമെന്ന് അവർക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നേരിട്ടുള്ളൊരു യുദ്ധത്തിന് അമേരിക്ക അന്ന് തയ്യാറാവാതിരുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് തയ്യാറായിരുന്നെങ്കിൽ പോലും അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടും സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു യുദ്ധമാണ് നടത്തുന്നത്. ഇപ്പോൾ ഗാസയിലുള്ള ഈ ഫലസ്തീനികൾ നടത്തുന്നതിന് സമാനമായിരിക്കുന്ന യുദ്ധം. അതുകൊണ്ട് അവർക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി പറ്റില്ല. ആയുധ പരീക്ഷണങ്ങൾ മാത്രമല്ല, മാനസികമായിരിക്കുന്ന ഒരു യുദ്ധം ഇതിൻ്റെ മധ്യേ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ എല്ലാ കടൽ ഇടുക്കുകളും ബന്ധപ്പെട്ടും ആകാശ നിരീക്ഷണം നടത്തിയിട്ടും ഞങ്ങളുടെ സൈനിക മേഖല കണ്ടെത്തിക്കൊണ്ട് തറക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത്തരം പ്രവൃത്തികളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ വലിയ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെയാണുള്ളത്. അതിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും പല രീതിയിലുള്ള അക്രമം നടത്തിയിട്ടും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. പകരം ഈ ചെങ്കടലിൽ നെങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ്റെ പടക്കപ്പലിനൊക്കെ വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് കിലോമീറ്റർ വൈദൂരത്തിൽ നിന്നിട്ട് പോലും സാധിച്ചിട്ടുണ്ട്. 1150 കിലോമീറ്റർ വൈദൂരത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലിൻ്റെ ശൃംഖല തന്നെ തങ്ങളുടെ കൈവശത്തിലുണ്ട്. അത് 6000 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. അതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായിരുന്നാലും വലിയ ലോങ് റേഞ്ച് ഈ മിസൈലുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ പോലും ഞെടുങ്ങിയിരിക്കുന്നത് അറിയാവുന്നതാണ്. അപ്പോൾ യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എങ്ങനെയാണ്? കൂലിപ്പണി എടുക്കുകയാണ് അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയിട്ട്. അതിൻ്റെ നാശം ഇസ്രായേലിനുണ്ടാവും, അമേരിക്കക്കുണ്ടാവും. ചെങ്കടൽ സുരക്ഷിതമല്ലെന്ന് ലോകത്തെ മുഴുവൻ കപ്പൽ മുതലാളിമാരും കപ്പൽ ഉടമസ്ഥരും അതേപോലെ തന്നെ രാഷ്ട്ര ഭരണാധികാരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു.
അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് അവരിപ്പോൾ തയ്യാറായിട്ടില്ല. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വരാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഫലസ്തീന് വേണ്ടിയിട്ടാണ് തങ്ങൾ യുദ്ധം ചെയ്ത് ആ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടുന്നവരെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര വലിയ വൻ ശക്തികൾ തങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നാലും യുദ്ധത്തിന് വിരാമമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യമൻ്റെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്തുന്ന രീതികളൊക്കെ അമേരിക്ക വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടൻ ഇതിൽ നിന്ന് വളരെ തന്ത്രപരമായ രീതിയിൽ പിന്നോക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. UN സഭയിൽ ഈ യമനെ ആക്രമിക്കാൻ തരത്തിൽ പ്രമേയം പാസ്സാവുകയും പ്രമേയം അവതരിപ്പിക്കാതെ പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ചാണ് അമേരിക്കയോടൊപ്പം ബ്രിട്ടൻ ചേരുകയും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലുകൾ പോവുകയും സംയുക്തമായ രീതിയിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് 15 തവണ ആ കാലത്ത്, അപ്പോൾ 2-3 മാസം മുമ്പത്തെ കഥയാണ്, ആ സമയത്ത് ആക്രമണം നടത്തുകയും വലിയ രീതിയിൽ നാശമുണ്ടാക്കി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഇവിടെ യമൻ്റെ ഭാഗത്തും വലിയ തിരിച്ചടി ഉണ്ടായി. കപ്പലിന് തീപിടിച്ചു, വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. ഇത് വലിയൊരു വിജയമായിട്ട് കൊള്ളിക്കാൻ പറ്റാത്തതാണ് എന്ന് അമേരിക്ക തന്നെ വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടൻ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഉടക്കി പിരിഞ്ഞിരിക്കുകയാണ്. നല്ല ബന്ധങ്ങളല്ല. അത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അമേരിക്കയുടെ നയനിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ബ്രിട്ടൻ രംഗപ്രവേശനം ചെയ്തത്. അതിലൊന്ന് ഉക്രൈനുമായിട്ടുള്ള വിഷയമാണ്. ഉക്രൈൻ റഷ്യൻ യുദ്ധം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം അമേരിക്ക ആരംഭിച്ചപ്പോൾ ഉക്രൈനെ പ്രതിനിധീകരിച്ച് പോയത് അമേരിക്കയാണ്. യുദ്ധം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വർഷത്തോളമായി യുദ്ധം തുടരുന്ന ഉക്രൈൻ്റെ പ്രതിനിധികൾക്ക് ഈ മധ്യസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ പോലും അനുമതി നൽകാത്ത വിധമായിരുന്നു അമേരിക്കയുടെ നിലപാട്. അപ്പോൾ ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യം. യമൻ പറയുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ട് കൂലിപ്പണിയെടുക്കുന്നു അമേരിക്ക. ഇസ്രായേലിനെ നേരിട്ട് പലതവണ തങ്ങൾ ആക്രമിച്ചിട്ടും ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടേ ഇല്ല. എന്നാൽ അതിന് പകരം അമേരിക്കയാണ് ആ പണി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക കൂലിപ്പണിയാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. ഇതാണ് യമൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണം. ഒരു രാജ്യത്തിന് നേരെ കടന്നാക്രമണം നടത്തിയാൽ ആ രാജ്യം തന്നെ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇസ്രായേൽ തങ്ങൾ ഈ കാര്യത്തിൽ ഭയപ്പെടുന്നു. അതിന് പകരം ഒരു മേഖലാ യുദ്ധമാക്കി പരിണമിക്കണം എന്നുള്ളത് അമേരിക്കയുടെ കൂടി താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയെ ഈ കാര്യം ഏൽപ്പിക്കുകയും അമേരിക്ക ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളും അമേരിക്കയും തമ്മിൽ അജാന്മ ശത്രുക്കളൊന്നുമല്ല. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുമില്ല. ഈ ഒരു വിഷയം ഇസ്രായേൽ ഫലസ്തീനും തമ്മിലുള്ള വിഷയത്തിൽ തങ്ങൾ ഫലസ്തീനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ്. അമേരിക്ക അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രങ്ങളുടെ രഹസ്യമായും പരസ്യമായ രീതിയിലും ഫലസ്തീനെ സഹായിക്കുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും യുദ്ധം ചെയ്യാത്തതിൻ്റെ കാരണം അവിടെയല്ല ശക്തിയുള്ളത്, ഞങ്ങളാണ് ഇല്ലാതാവേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചെങ്കിൽ മാത്രമേ സുസ്ഥിരമായ രീതിയിൽ ഇസ്രായേൽ അവിടെ നിലനിൽപ്പുള്ളൂ, ഇസ്രായേലിന് അവിടെ നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു രാഷ്ട്രീയപരമായിരിക്കുന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഈ കാരണത്താൽ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അത്ര തന്നെ വകവെച്ച് കൊടുക്കാനൊന്നും ഇസ്രായേലിന് താല്പര്യമില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ മധ്യേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള രംഗപ്രവേശനത്തിന് സുഖകരമായിരിക്കുന്ന ഒരു വാദാനമായിട്ട് ഇസ്രായേൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മേഖലയിലെല്ലാം ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ്. പരമാവധി രാഷ്ട്രങ്ങളെല്ലാം ഇപ്പം തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന രീതിയും നിലനിൽക്കുന്നു. എന്നാൽ പരസ്യമായ രീതിയിൽ ഫലസ്തീൻ അനുകൂലമായ രീതിയിൽ ഒരു യുദ്ധ മുന്നണിയിലേക്ക് കയറി വരാൻ വേണ്ടി പല രാഷ്ട്രങ്ങളും തയ്യാറാകുന്നില്ല. രഹസ്യമായുള്ള പിന്തുണയും മാനസികപരമായിരിക്കുന്ന പിന്തുണയും പല രാജ്യങ്ങളും നൽകാറുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പകരം സൈനികപരമായിരിക്കുന്ന ഒരു ബലപരീക്ഷണത്തിന് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നില്ല. അത് യമൻ എല്ലാ കാലത്തും മുന്നിൽ തന്നെയാണുള്ളത്. മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങൾ നേരിടും എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ യമൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇസ്രായേൽ അല്ല തിരിച്ചടിക്കുന്നത് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. തങ്ങൾ ഇസ്രായേലിൻ്റെ ബംഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിൽ അക്രമവും അവർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും മാനഹാനിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ചറിയെന്ന് ആ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുക എന്ന് പറയാൻ 2000 കിലോമീറ്റർ വൈദൂരത്തിൽ അവരുടെ അക്രമ രീതി ലക്ഷ്യം കാണുമോ എന്ന കാര്യം ഇസ്രായേലിന് തന്നെ സംശയമാണ്. മാത്രവുമല്ല സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുടെ ആകാശമോ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ആകാശമോ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള അക്രമം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പകരം അവരുടെ ഏറ്റവും വലിയ ഈ സുഹൃത്ത് രാജ്യമായിരിക്കുന്ന അമേരിക്ക കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഒരു കാര്യം കൃത്യമായ രീതിയിൽ പറയാം, ഈ കൂലി ചട്ടമ്പികളും കൂലിക്ക് വേണ്ടി ജോലിയെടുക്കുന്നവരും പരാജയപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസപരമായും അടിസ്ഥാനപരമായും സൈനികമായിട്ടുമുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വിജയമല്ലാതെ പരാജയം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. അത് ലക്ഷ്യവുമല്ല. വിജയിക്കുന്നവരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. നേതൃത്വ നിരയിൽപ്പെട്ട 1-2 ആൾക്കാരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയോ കൊലപ്പെടുത്തി എന്നതിനാൽ ഈ പോരാട്ട വീര്യങ്ങൾ ചോർന്നു പോവുകയൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഫലസ്തീനിലെ ഈ ഗസയിലുള്ള പോരാളികളെക്കുറിച്ച് പറയുന്നതോടനുബന്ധിച്ചാണ്. ഹമാസിൻ്റെ ഒരുപാട് നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട് പല ഘട്ടത്തിലും. മുഹമ്മദ് യാസീൻ മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡസൻ കണക്കിന് നേതൃത്വ നിരയിലുള്ളവരാണ് മരണപ്പെട്ടു പോയത്. മരണപ്പെടുകയല്ല, ഇസ്രായേൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ടും വീര്യത്തോടു കൂടി തന്നെ ഇസ്രായേലിനെതിരെ അവർ പോരാട്ടം നയിക്കുന്നു. രാജ്യസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ നയിക്കുന്നത്. ഒരു കാര്യമാണ് കൃത്യമായ രീതിയിൽ പറയാനുള്ളത്, അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.